രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിലെ CCTVകൾ പ്രവർത്തിപ്പിക്കാനായി ഓട്ടോമാറ്റിക് കൺട്രോൾ റൂമുകളാണ് അഭികാമ്യമെന്ന് സുപ്രീം കോടതി നിരീക്ഷണം. പോലീസുകാരുടെ സാന്നിധ്യമില്ലാത്ത കൺട്രോൾ റൂമുകൾ തുറക്കാനുള്ള നിർദ്ദേശം നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തിങ്കളാഴ്ച ഇതിൽ വിശദമായ ഉത്തരവ് സുപ്രീം കോടതി പുറത്തിറക്കും. ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ഫൗണ്ടേഷന്റെ ഉടമസ്ഥതയിലുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. വൻതാരയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. PMK പ്രസിഡന്റായി അൻബുമണി രാമദോസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. അൻബുമണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനം അംഗീകരിച്ച് കമ്മീഷൻ കത്ത് നൽകി. 2026 ഓഗസ്റ്റ് വരെ അൻബുമണി പ്രസിഡന്റായി തുടരും. പാർട്ടിയുടെ മാങ്ങ ചിഹ്നം അൻബുമണി അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ അനുവദിക്കും. അദാനി ഗ്രൂപ്പിനെ ഊർജ്ജ നിലയം സ്ഥാപിക്കാൻ ബീഹാറിലെ ഭഗൽപൂരിൽ കേന്ദ്ര സർക്കാർ 1050 ഏക്കർ ഭൂമി സമ്മാനമായി കൊടുക്കാനൊരുങ്ങുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ആസന്നമാണെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് BJP ഇങ്ങനെ ചെയ്യുന്നതെന്നും കോൺഗ്രസിന്റെ മാധ്യമ പ്രചാരണ വിഭാഗം മേധാവി പവൻ ഖേര വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. യാർലുങ് സാങ്പോ നദിയിൽ ചൈന അണക്കെട്ടിന്റെ പണി ആരംഭിച്ചതിനു പിന്നാലെ അരുണാചൽ പ്രദേശിലെ ദിബാങ്ങിൽ 278 മീറ്റർ ഉയരമുള്ള കൂറ്റൻ അണക്കെട്ടിന്റെ ജോലികൾ ഇന്ത്യയും തുടങ്ങി. ചൈനയുടെ പുതുതായി നിർമ്മിക്കുന്ന അണക്കെട്ടിൽ നിന്നും പെട്ടെന്ന് വെള്ളം തുറന്നുവിട്ടാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായേക്കും. ഈ ഭീഷണിയെ പ്രതിരോധിക്കാനാണ് അണക്കെട്ട് നിർമ്മാണം ആരംഭിക്കാൻ ഇന്ത്യയും തീരുമാനിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സുശീല കർക്കിക്കെതിരെ പ്രതിഷേധവുമായി ജെൻസി സമരക്കാരിലെ ഒരു വിഭാഗം. തങ്ങളുമായി കൂടിയാലോചിക്കാതെ പ്രധാനമന്ത്രി പുതിയ മന്ത്രിമാരെ നിയമിച്ചതാണ് ഇവരെ ചൊടിപ്പിച്ചത്. പ്രക്ഷോഭത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഹാമി നേപ്പാൾ സ്ഥാപകൻ സുദൻ ഗുരുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. കൊല്ലപ്പെട്ടവരുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് സുശീല കർക്കിയെന്ന് ഇവർ ആരോപിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇടക്കാല സർക്കാരിനെയും താഴെയിറക്കുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. മ്യാൻമറിൽ സംഘർഷ മേഖലയായ റാഖൈൻ സംസ്ഥാനത്ത് പട്ടാളം നടത്തിയ ബോംബാക്രമണത്തിൽ 19 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. ബോർഡിംഗ് സ്കൂളിലെ 15നും 19നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടതെന്ന് യൂണിസെഫ് അറിയിച്ചു. ചൈന അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന സൈനിക കേന്ദ്രം സന്ദർശിച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. AVIC സന്ദർശിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്ര തലവനാണ് ആസിഫ് അലി സർദാരി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, സൈനിക മേധാവി അസിം മുനീർ എന്നിവരുടെ ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെയാണ് ആസിഫ് അലി സർദാരിയും ചൈന സന്ദർശിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ച 81% യുദ്ധോപകരണങ്ങളും ചൈന നൽകിയതാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ദോഹയിലെത്തും. ഇസ്രയേൽ സന്ദർശനത്തിന് ശേഷമാണ് മാർക്കോ റൂബിയോ ഖത്തറിലേക്ക് പോവുക. അറബ് ഇസ്ലാമിക ഉച്ചകോടി നടക്കുന്നതിനിടയിലാണ് US വിദേശകാര്യ സെക്രട്ടറിയുടെ ദോഹ സന്ദർശനത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ നിലപാട് പ്രഖ്യാപിക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ നിർണായക നിർദ്ദേശവുമായി ഇറാഖ്. അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെ ആക്രമണമുണ്ടായാൽ അത് എല്ലാവർക്കുമെതിരെയുള്ളതായിട്ടാണ് കണക്കാക്കുക എന്നാണ് ഇറാഖ് നിലപാട് അറിയിച്ചത്. അതേസമയം വെടിനിർത്തലിന് താൽപര്യമില്ലെന്ന് ഇസ്രയേൽ തെളിയിച്ചതായി ഈജിപ്ത് അഭിപ്രായപ്പെട്ടു. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തോടെ മരവിച്ച ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വീണ്ടും തുടങ്ങുന്നു. ചർച്ചകൾക്കായി അമേരിക്കൻ മധ്യസ്ഥ സംഘം ഇന്നലെ രാത്രി ഡൽഹിയിലെത്തി. വ്യാപാര ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. അതിനിടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ചോളം വാങ്ങില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. US-ൽ ടിക്ടോക്ക് തുടർന്നും പ്രവർത്തിപ്പിക്കാൻ ചൈനയുമായി ധാരണയിലെത്തിയതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പ്രവചിച്ചു. രാജ്യത്തെ യുവാക്കളെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രത്യേക കമ്പനിയുമായി ധാരണയിലെത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇതോടെ ടിക്ടോക്ക് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമവായത്തിലെത്തിയതായാണ് സൂചന. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും തമ്മിലുള്ളത് കടുത്ത ശത്രുതയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു.